ഹൈ ഷുഗർ ഉള്ളവർക്ക് അവരുടെ ഷുഗർ കൺട്രോളിലാകാനും അതുപോലെ ഷുഗർ വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട യോഗാസനമാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ ഹബ്ബർ. നമുക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവരെന്നോ ഇല്ലാതെ ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 80% ആൾക്കാർക്കും ഹൈ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ തെറ്റായ ജീവിതശൈലി, ആഹാര രീതി, പിന്നെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, വ്യായാമമൊന്നുമില്ല, എല്ലാവർക്കും തിരക്കാണ്. അങ്ങനെയൊക്കെയുള്ള ഈ ജീവിത രീതികൾ കൊണ്ടൊക്കെ ചെറുപ്പക്കാരിൽ പോലും ഇപ്പം ഷുഗറിൻ്റെ പ്രശ്നം കണ്ടുവരുന്നു. അപ്പം ഈ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു യോഗാസനമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഷുഗർ ഉള്ളവർ മാത്രമല്ല, എല്ലാവരും ചെയ്യുക. കാരണം ഭാവിയിൽ ഷുഗർ വരാതിരിക്കാനും ഈ യോഗാസനം സഹായിക്കും. വജ്രാസനം, യോഗയുമായി കുറച്ചെങ്കിലും ബന്ധമുള്ളവർക്ക് ഈ യോഗാസനം വളരെ പരിചിതമായിരിക്കും. കാരണം വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുമായ ഒരു സീറ്റഡ് യോഗാസനമാണ്. ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന യോഗാസനം. താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് തുടക്കത്തിൽ അല്പം പ്രശ്നമായിരിക്കും. എങ്കിലും റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ യോഗാസനം ചെയ്യാൻ സാധിക്കും. വജ്രാസനം, ഡയമണ്ട് പോസ്, തണ്ടർബോൾ പോസ്, പെൽവിക് പോസ് എന്നൊക്കെ ഇതിന് പറയും. ഈ യോഗാസനം ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ വർദ്ധിക്കുകയും അപ്പോൾ ആ ഭാഗത്തെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. നമ്മുടെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടന്ന് നമ്മുടെ ഷുഗർ കൺട്രോളിലാകാൻ സഹായിക്കുന്നു. വജ്രാസനം ഷുഗർ കുറയാൻ മാത്രമല്ല, മറ്റ് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇത് ചെയ്യുന്നത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഗുണകരമായി തീരും. അതുപോലെ നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കും. കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവായി നമുക്ക് നല്ല രീതിയിൽ മലശോധന നടന്ന് നമ്മൾക്ക് ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഈ യോഗാസനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാലുകൾ നീട്ടി റിലാക്സ് ചെയ്തിരിക്കാം. കൈകൾ ഇങ്ങനെ ഇരുവശത്തും വെക്കാം. സാവധാനം കാലുകൾ അടുപ്പിക്കുക. എന്നിട്ട് ഓരോ കാലുകൾ ആയിട്ട് മടക്കി നമ്മുടെ ബട്ടക്സിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. മറ്റേ കാല് വലത് കാല് മടക്കി വലത് ബട്ടക്സിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയിലല്ല, കാലിൻ്റെ വെള്ളയിൽ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ കാലിൻ്റെ പെരുവിരലുകൾ തമ്മിൽ ചേർന്നിരിക്കണം. മുട്ട് അകന്നു പോകരുത്, കാലിട്ട് ചേർത്ത് വെക്കണം. എന്നിട്ട് കൈകൾ രണ്ടും കൈവെള്ളം കൊണ്ട് കാൽമുട്ടിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നു. നട്ടല് നിവർന്ന് ഇരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. ഇങ്ങനെ ഇരുന്നൊരു 10 തവണ ബ്രീത്ത് ചെയ്യുന്നത് അത്രയും സമയം മിനിമം എങ്കിലും ഇരിക്കും. കൂടുതൽ ഇരിക്കാൻ സാധിച്ചാൽ നല്ലത്. അങ്ങനെ ഇരിക്കുക. ഇതൊരു മെഡിറ്റേഷൻ പോസും കൂടെയാണ്. ഈ രീതിയിൽ ഇത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, പ്രാണായാമങ്ങൾ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ജസ്റ്റ് മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് കാലിൻ്റെ വെളിയിലേക്ക് ഇരിക്കുക. മുട്ട അകന്നു പോകാതെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇനി ഈ കാൽമുട്ടിനും ആങ്കിളിനും ഒക്കെ വേദനയുള്ളവർ ഇങ്ങനെ ഇരിക്കുമ്പം തുടക്കത്തിൽ വേദന എടുക്കും. അപ്പം ഇതിൻ്റെ അടിയിൽ ഒരു പില്ലോ വെക്കുക, മുട്ടുകൾക്കടിയിൽ ഒരു പില്ലോ വെക്കുക. അതുപോലെ ഇവിടെ ആങ്കിളിൻ്റെ ഇവിടെ കീഴെ ഒരു പില്ലോയോ ബെഡ്ഷീറ്റ് മടക്കി വെച്ച് ഇരുന്ന് തുടക്കത്തിൽ അങ്ങനെ ചെയ്യുക. ശേഷം നമുക്ക് അല്ലാതെ ഇതുപോലെ
ഇവയുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒന്നും സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കും. ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. 1-2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല, മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുക. ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്തവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട, അതുപോലെ ഹെർണിയ ഉള്ളവർ, പിന്നെ വയറിന് എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, പിന്നെ കാൽമുട്ട് എന്തെങ്കിലും പരിക്കുള്ളവർ, കാൽമുട്ട് ആങ്കിളിനൊക്കെ എന്തെങ്കിലും പരിക്കുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കണമെന്നില്ല, അവരൊന്നും ചെയ്യാതിരിക്കുക. ബാക്കി എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈ ഷുഗർ മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ ജസ്റ്റ് ഒന്ന് അറിയട്ടെ, ഇത് സിമ്പിളാണല്ലോ, ചെയ്ത് തുടങ്ങട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.